അയിരൂർ, മലപ്പുതുശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക്, മേലുകര എന്നീ 4 പള്ളിയോടങ്ങൾ അവസാന റൗണ്ടിൽ വരെ എത്തി നിൽക്കുകയാണ്. പമ്പയിൽ വള്ളം കളി ആരവം ഉയർന്നുകഴിഞ്ഞിരിക്കുന്നു. ആരായിരിക്കും ഉത്രട്ടാതി ജലമേളയിലെ രാജാവ് എന്ന് നമുക്കറിയാം. കണ്ണൻ നായർ അവിടെ നിന്നും ചേരുന്നുണ്ട്. കണ്ണൻ, തുടങ്ങിയിരിക്കുന്നു ഫൈനൽ. ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. വാശിയോടുകൂടി വള്ളംകളി പ്രേമികൾ, പള്ളിയോടങ്ങളുടെ ആറന്മുള വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്ന ആ വള്ളംകളിയുടെ ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു. ഇനി നിമിഷങ്ങൾ മാത്രം, പരമാവധി ഒരു 3-4 മിനിറ്റ് മാത്രം മതി ആ വള്ളങ്ങൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക്, സത്രക്കടവിലേക്ക് എത്താൻ. അല്പസമയത്തിനുള്ളിൽ തന്നെ വള്ളങ്ങൾ ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. 1-ാം ട്രാക്കിൽ അയിരൂർ, 2-ാം ട്രാക്കിൽ മല്ലപ്പുതുശ്ശേരി, 3-ാം ട്രാക്കിൽ ഇടശ്ശേരിമല കിഴക്ക്, 4-ാം ട്രാക്കിൽ മേലുകര എന്നീ 4 വള്ളങ്ങളാണ് ഈ ഫൈനലിലേക്ക് യോഗ്യത ചെയ്ത്. അയിരൂർ 4.3224 സെക്കൻഡുകൾക്കാണ് ഹീറ്റ്സിൽ ഒന്നാമതായി എത്തിയത്. മല്ലപ്പുതുശ്ശേരി അതിന്റെ സമയം എന്ന് പറയുന്നത് 4.33 സെക്കൻഡാണ്. ഇടശ്ശേരിമല കിഴക്ക് 4.42 സെക്കൻഡ്. അതുപോലെ തന്നെ മേലുകര 4.44 സെക്കൻഡ്. അതായത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഓരോ വള്ളങ്ങളും ഈ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. വലിയ വാശിയോടുകൂടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫൈനൽ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. മല്ലപ്പുതുശ്ശേരി ആറന്മുള അടുത്തുള്ള സ്ഥലമാണ്. മല്ലപ്പുതുശ്ശേരി എന്ന് പറയുന്നത് ആറന്മുളയുടെ അടുത്തുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നുള്ള വള്ളം ഇപ്പോൾ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അയിരൂർ എന്ന് പറയുന്നത് ഏറ്റവും വള്ളംകളിയുടെ ചരിത്രമുള്ള നാടാണ്. ചരിത്രമുള്ള നാട്ടിൽ നിന്നുള്ള വള്ളം ഏറ്റവും മികച്ച സമയം കണ്ടെത്തി ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടമായിരുന്നു ആ ഹീറ്റ്സിൽ ഉണ്ടായിരുന്നത്. മല്ലപ്പുതുശ്ശേരി രണ്ടാം സ്ഥാനത്തേക്ക്, ഹീറ്റ്സിൽ 2-ാം സ്ഥാനത്ത് മികച്ച സമയം കണ്ടെത്തിക്കൊണ്ട് മല്ലപ്പുതുശ്ശേരി എത്തിയത്. ഇടശ്ശേരിമല കിഴക്ക് മികച്ച സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇടശ്ശേരിമല കിഴക്ക് അവിടേക്ക് എത്തിയത്. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം നമുക്ക് ഇടശ്ശേരിമലയിൽ നിന്ന് ഈ ഹീറ്റ്സിൽ കാണാൻ സാധിച്ചിരുന്നു. വളരെ വാശിയോടുകൂടി ക്യാപ്റ്റൻ മനുകുമാറാണ് ക്യാപ്റ്റൻ. MG രാജേഷ്, KN രവീന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന ഇടശ്ശേരിമല ശ്രീ പാർത്ഥസാരഥി പള്ളിയോട സമിതി പുറത്തിറക്കിയ വള്ളമാണ്. ആ വള്ളത്തിന്റെ തേരിലേറിയാണ് ഇപ്പോൾ അവിടുത്തെ കരക്കാർ മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ മേലുകര 33-ാം നമ്പർ വള്ളമാണ് മേലുകര. ക്യാപ്റ്റൻ പ്രവീൺ കുമാറാണ്. പ്രതിനിധി അനൂപ് ഉണ്ണികൃഷ്ണൻ, KN പ്രദീപ് കുമാർ. 2001 പണിതിറക്കിയ വള്ളമാണ്. ചേതങ്കരി വേണു ആചാര്യരുടെ നേതൃത്വത്തിൽ പണിതിറക്കിയ വള്ളമാണ്. ഏറ്റവും നീളം കൂടിയ വള്ളം തന്നെയാണ് മേലുകര എന്ന് പറയുന്നത്. 72, 2000, 2004, 2006, 2007, 2019 എന്നീ വർഷങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തി ഏറ്റവും കൂടുതൽ തവണ, അല്ലെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ തവണ മന്നൻ ട്രോഫി നേടിയ ഒരു വള്ളം കൂടിയാണ് മേലുകര. വളരെ ചരിത്രമുള്ള വള്ളമാണ്, പാരമ്പര്യമുള്ള വള്ളമാണ്. ആ വള്ളങ്ങൾ 4 വള്ളങ്ങൾ വളരെ വാശിയോടുകൂടി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. 1-ാം സ്ഥാനത്തേക്ക് ഹീറ്റ്സിലെത്തിയത് അയിരൂർ വള്ളമാണ്. അജേഷ് ജി നായരാണ് ക്യാപ്റ്റനായിട്ടുള്ളത്. വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അയിരൂർ NSS പ്രാദേശിക യൂണിയന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള വള്ളമാണ്. പ്രസാദ് കൈതാലത്ത്, അതുപോലെ തന്നെ M പ്രസാദ്, ഇവരാണ് ഈ വള്ളത്തിന്റെ നേതൃത്വം നൽകിയിരിക്കുന്നത്. റാന്നി മുണ്ടപ്പുഴ തച്ചന്മാർ ഒറ്റമണിക്കാൽ മാതൃകയിൽ നിർമ്മിച്ചതാണ് ഈ പള്ളിയോടം. അങ്ങനെ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയോടം കൂടിയാണ് അയിരൂർ എന്ന് പറയുന്നത്. 2009 ചേന്നങ്കരി വേണുവാചാര്യരുടെ നേതൃത്വത്തിൽ പുതുക്കി നിർമ്മിച്ച ഒരു വള്ളം കൂടിയാണ്. വലിയ ജലോത്സവങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ള, വിവിധ ജലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വള്ളം കൂടിയാണ്. അങ്ങനെയുള്ള വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ഫൈനൽ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു കാഴ്ചയാണ്, വളരെ വാശിയോടുകൂടിയുള്ള കാഴ്ച. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. 4 വള്ളങ്ങളും ഒരേ ദിശയിൽ, ഒരേ രീതിയിൽ കുത്തിത്തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് വള്ളംകളി പ്രേമികളായിട്ടുള്ള ആറന്മുള അപ്പനെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പമ്പയുടെ ഇരു കരകളിലും ഒത്തുകൂടിയിരിക്കുന്ന 1-ാം ട്രാക്കിലെ അയിരൂരാണോ, 2-ാം ട്രാക്കിലെ മലപ്പുതുശ്ശേരിയാണോ, 3-ാം ട്രാക്കിലെ ഇടശ്ശേരി കിഴക്കാണോ, 4-ാം ട്രാക്കിലെ മേലുകരയാണോ, പറയുക അസാധ്യമാണ്. എനിക്ക് തോന്നുന്നത് 4-ാം ട്രാക്കിലൂടെ വരുന്ന മേലുകരയാണ് അല്പം മുല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ പറയാൻ സാധിക്കില്ല. കട്ടയ്ക്കുള്ള മത്സരം, കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം, പമ്പയുടെ ഓളങ്ങളെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോരാട്ടം. ഇത് തന്നെയാണ്, ഇത് കാണാൻ വേണ്ടി തന്നെയാണ് ഓരോ ആൾക്കാരും കാത്തിരിക്കുന്നത്. ഇവർ 1-ാം സ്ഥാനത്തേക്ക് എത്തിയാലും ഇവരാണ്, അല്ലെങ്കിൽ ഈ വള്ളമാണ് ജയിച്ചതെന്ന് നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ്. എന്തൊരു വരവാണ്, എന്തൊരു കാഴ്ചയാണ്. 4-ാം ട്രാക്കിലുള്ള വള്ളം അല്പം അരവള്ളപ്പാട് മുന്നിലാണ്. 4-ാം ട്രാക്കിലുള്ള വള്ളം മേലുകര അരവള്ളപ്പാട് മുന്നിലാണ്. പക്ഷേ വിജയിയാണോ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഫിനിഷിംഗ് പോയിന്റ് കടന്ന മേലുകര 1-ാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. മേലുകര